കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും യുവ നേതാക്കളെ, പ്രത്യേകിച്ച് ജനപ്രിയരായ യുവ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഏറ്റവും അപകീർത്തിപ്പെടുന്ന രീതിയിൽ വീഡിയോകൾ പങ്കുവെക്കാറുണ്ടായിരുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായിരുന്നു രാജൻ ജോസഫ്. എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി ഇദ്ദേഹം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷനാണ്. രാജൻ ജോസഫിൻ്റെ ഓൺലൈൻ വേട്ടയ്ക്ക് വിധേയരായവരിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ശ്രീനാദേവി കുഞ്ഞമ്മയും വിജയ് ഇന്ദുചൂടനും പോലുള്ള പ്രമുഖരായ യുവജന നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ പലരും ഇയാളുടെ ഈ പരാമർശങ്ങളും പ്രചാരണങ്ങളും അവഗണിച്ചുവെങ്കിലും ഇയാൾ നിരന്തരമായി നടത്തുന്ന അവഹേളന പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ കരുത്തു കാട്ടിയത് ശ്രീനാദേവി കുഞ്ഞമ്മയായിരുന്നു. ഇതിനോടകം തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അധികാരികൾക്ക് മുമ്പിലായും ഇയാൾക്കെതിരെ 10-ലധികം പരാതികൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2 അവസരങ്ങളിൽ മാത്രമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആദ്യം ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണ് കേരള പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രീനാദേവിയുടെ കുടുംബാംഗങ്ങളെ അടക്കം അപകീർത്തിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു ചാനലിലൂടെ പുറത്തു വന്നതോടെ ശ്രീനാദേവിയുടെ മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ ആ വീഡിയോ ആ ഓൺലൈൻ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. രാജൻ ജോസഫ് അപ്രത്യക്ഷനായതിന് പിന്നിലും ഈ കേസിൽ തനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഭയം മൂലമാണെന്ന സംശയങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇയാളുടെ നിരന്തരമായ അവഹേളന പരാമർശങ്ങൾക്ക് പാത്രമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുവാൻ ശ്രീനാദേവി കുഞ്ഞമ്മ ഫോൺ ലൈനിലെത്തുകയാണ്. ആ സംഭാഷണം നിങ്ങൾക്കായി ഇവിടെ കേൾപ്പിക്കുന്നു. ഹലോ, കേരള സ്പീക്സിൽ നിന്നാണ് തോമസ് ആർ വി ജോസാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് താങ്കൾക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ അറ്റാക്കുകൾ ഒരു ചാനൽ, അതിലെ ചില പ്രവർത്തകർ എല്ലാം ചേർന്നാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഏറെക്കുറെ 10 ദിവസമായി ശ്രീനാദേവി കുഞ്ഞമ്മയെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്ന ഒരു വ്യക്തിയെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കാണാനില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. തീർച്ചയായും അങ്ങനെ ഒരു വ്യക്തി, താങ്കൾക്കെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർത്തിയ ഒരു വ്യക്തി ഏതാണെങ്കിലും 10 ദിവസമായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപ്രത്യക്ഷനാണ്. അത് ഇദ്ദേഹത്തിനെതിരെ താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര പരാതികൾ ഇദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ചാണ് എങ്കിൽ ഒരാൾക്കെതിരെ യൂട്യൂബ് ചാനലില് 2 അവതാരകരായിട്ടിരിക്കുന്ന 2 പേർക്കെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 10-ലധികം പരാതികൾ ഈ 2 പേർക്കുമെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളൂ. അതില് ഇപ്പം റീസെന്റ് ഏറ്റവും അവസാനം പരാതി കൊടുത്തിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ അന്വേഷണങ്ങളൊക്കെ ഈ പറഞ്ഞ കാലയളവിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊഴി കൊടുക്കാൻ മറ്റും ചെയ്തിട്ടുണ്ട് എന്റെ മാതാപിതാക്കൾ. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു മൊഴി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവര് ആ വീഡിയോ നീക്കം ചെയ്തു എന്ന് സൈബർ പോലീസിൽ നിന്ന് അറിയാനിടയായി. അതായത് താങ്കളെയും താങ്കളുടെ കുടുംബാംഗങ്ങളെയും അപകീർത്തികരമായി ചിത്രീകരിച്ചിരുന്ന വീഡിയോ നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? അതെ. ഞാൻ ഇതിനു മുൻപ് ഒരു FB-യിൽ ഒരു വ്യക്തി എനിക്കൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. അന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഈ പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരാളെ കുറിച്ച് ഒരാളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് പറയാണ്, അയാൾ ആരാണ് എന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്, ഇയാളെ കുറിച്ച് എവിടെ എന്തെങ്കിലും വിവരം കണ്ടെത്തി തരിക, ഇയാളുടെ കുടുംബാംഗങ്ങളെ കുറിച്ച്, ഇയാളുടെ വീട്ടുകാരെ കുറിച്ച്, അവരെന്ത് ജോലി ചെയ്യുന്നു, എവിടെ ജോലി ചെയ്യുന്നു, അവരുടെ പേരെന്താണ് തുടങ്ങി ഇവരുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് വേണം എന്ന് എന്നെ കുറിച്ചല്ല മറ്റൊരാളെ കുറിച്ച് ഇയാൾ, ഈ പറയപ്പെടുന്ന യൂട്യൂബർ, ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതായിട്ട് ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോ അയാളുടെ ഈ പറയുന്ന യൂട്യൂബറുടെ ഒരു ശൈലിയാണ്, ഈ പറയുന്ന വ്യക്തി ഒരു കമന്റ് ഇട്ടു ഇയാൾക്കെതിരെ എന്നുള്ളതാണ് ഇയാൾ ആരോപിക്കുന്ന കുറ്റം. ഇയാൾ മണിക്കൂറുകളോളം വീഡിയോ ചെയ്ത് വളരെ വളരെ മോശപ്പെട്ട ലാംഗ്വേജിൽ, വളരെ അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള അയാളുടെ മനോവൈകൃതങ്ങളൊക്കെ അവതരിപ്പിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ട് ഒരാൾ അയാൾക്കെതിരെ കമന്റ് ഇട്ടാൽ ആ ആളുടെ കുടുംബ പശ്ചാത്തലമാണ് ഇയാൾ ആദ്യം അന്വേഷിക്കുന്നത്.
താങ്കൾക്കെതിരെയും അങ്ങനെ ഒരു അനുഭവമാണല്ലോ ഉണ്ടായത് അല്ലേ? അതെ. അതുപോലെ തന്നെ എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് അയാളുടെ മനസ്സിന് തോന്നുന്ന വികലമായ ഒരു കഥ എന്റെ കുടുംബാംഗങ്ങളുടെ മേലും എന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയുടെ മേലിലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് വളരെ വികലമാക്കിക്കൊണ്ട് ഒരു വീഡിയോ അയാൾ ഏറ്റവും അവസാനം ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ആ വീഡിയോ കാണാൻ ഇടയായ എന്റെ അച്ഛനും അമ്മയുമാണ് SP-ക്ക് നേരിട്ടെത്തി പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസിലേക്ക് കംപ്ലൈന്റ് ഹാൻഡ് ഓവർ ചെയ്യുകയും അന്വേഷണം നടന്നു വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ വീഡിയോ അവൈലബിൾ ആയിരുന്നു. ആ വീഡിയോ പിന്നീട് നീക്കം ചെയ്തതായിട്ട് സൈബർ പോലീസ് തന്നെ നമ്മളെ അറിയിച്ചു. പക്ഷെ അറിയിച്ചത് നീക്കം ചെയ്തല്ലേ ഇനിയിപ്പോ കേസ് വേണ്ട എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് സൈബർ പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സംഗതി. കാരണം എന്ത് പരാതി കൊടുത്താലും, ഞാൻ ഏതാണ്ട് 10-ലധികം പരാതി കൊടുത്തു. ഇതിൽ ഒരു പരാതിയിൽ FIR ഇട്ടത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഇട്ടത്. അതിനുശേഷം കൊടുത്ത ഒരു പരാതി എന്തോ കടുപ്പത്തിൽ വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം അയാൾ മുൻകൂർ ജാമ്യം എടുത്തു. അതിനുശേഷം അയാൾ തുടർന്ന് നമ്മൾ വീണ്ടും തുടരെ പരാതി കൊടുക്കുമ്പോൾ ഇത്രയും നമുക്ക് കിട്ടുന്ന മറുപടി സെയിം കൈൻഡ് ഓഫ് കംപ്ലൈന്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു രണ്ട് നീതിയാണ് ഈ നാട്ടിലിപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇടതുപക്ഷത്തിന്റെ പോലീസിനെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന സ്ത്രീകൾ കൊടുക്കുന്ന ഏതുതരം പരാതി അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അവരുടെ സ്ത്രീത്വത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് വലിയ വലിയ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള പരാതികൾ വലിയ മോശപ്പെട്ട രീതിയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പേരെടുത്ത് പറഞ്ഞ് അങ്ങേയറ്റം ആഭാസകരമായി ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും അയാളുടെ വീഡിയോസ് കാണുമ്പോൾ. അതിന്റെ ഡിസ്ക്രിപ്ഷൻസിൽ എഴുതുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ടും വളരെ മോശമായിട്ടും ചെയ്തുകൊണ്ട് സ്ത്രീത്വത്തെ പലവട്ടം അപമാനിച്ചാലും നമുക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസിന് ചിലർക്ക് മാത്രം, ചില സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രം നീതി മതി എന്നുള്ളൊരു തീരുമാനമുള്ളത് കൊണ്ട് തന്നെ എന്റെ ഒരു പരാതിയും ജെനുവിൻലി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇയാളിന് വീഡിയോ റിമൂവ് ചെയ്തിട്ടും ഞങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിയമ നടപടികളായിട്ട് മുന്നോട്ട്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പോലീസ് എന്ന് പറഞ്ഞല്ലോ, ഈ വ്യക്തി താങ്കളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ താങ്കൾ ഇടതുപക്ഷത്തിൻ്റെ CPIയുടെ ജനപ്രതിനിധിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു പ്രവണത ആരംഭിച്ചിരുന്നു. അപ്പോൾ താങ്കൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായിരിക്കെ പോലും ഇയാൾക്കെതിരെ നീങ്ങിയിട്ടും ഇടതുപക്ഷത്തു നിന്ന് ഒരു നീതി താങ്കൾക്ക് ഇടതുപക്ഷക്കാരിയായിട്ട് പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയും പറയേണ്ടി വരും. എന്നിരുന്നാലും ആ ഘട്ടത്തിലാണ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു കേസ് എടുത്തു, ലൈറ്റ് സെക്ഷൻസ് ഇട്ടു എന്ന് പറയുന്നത് ആ സമയത്താണ്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് അയാൾ എനിക്കെതിരെ, ഞാൻ CPIയുടെ ഭാഗമായിട്ട് നിന്നപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടറിക്കെതിരെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും അത് ശരിയായി അംഗീകരിക്കപ്പെട്ട നടപടി എടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജില്ലാ സെക്രട്ടറി വളരെ മാന്യനാണ് എന്നും സത്യസന്ധനാണ് എന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നത്. അത്തരത്തിൽ ആ വ്യക്തിയെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് എന്നെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട്, വളരെ ഇകഴ്ത്തിക്കൊണ്ട്, സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ശരിയുടെ അല്ലെങ്കിൽ തിരുത്തൽ ശക്തികളായിട്ട് പ്രവർത്തിക്കേണ്ടവരായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ഒരു ബേസിക് ശൈലി എന്ന് പറയുന്നത് തന്നെ തിരുത്തലുകൾ തന്റെ പാർട്ടിക്കകത്തല്ലേ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാറുണ്ട്. ഒരിക്കലും ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല. വാക്കുകൾ ചെറിയ രീതിയിലാണെങ്കിലും വാക്കുകളും പ്രവർത്തികളും തിരുത്തപ്പെടണമെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഇയാള് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, സഖാവാണ് എന്ന് അവകാശപ്പെടുന്ന യൂട്യൂബർ അയാൾ നിരന്തരമായിട്ട് ഈ അഴിമതിക്കാരനെ ഏറ്റവും കൂടുതൽ പ്രൈസ് ചെയ്യുന്നുണ്ട്. അയാളുടെ പരാതി, ഞാൻ കൊടുത്ത പരാതി ശരിയാണെന്ന് പാർട്ടിക്ക് അന്വേഷിച്ച് ബോധ്യപ്പെട്ടത് അയാൾ അഴിമതിക്കാരനാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നടപടിയെടുത്തത്. അത്രയും അഴിമതിക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യാതൊരു മൂല്യങ്ങളും ഇല്ലാതെ കൊണ്ടു നടന്ന് ആ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വ്യക്തി ജീവിതമായിട്ട് പണം തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഞാൻ കൊടുത്ത പരാതി ശരിയാണ് എന്ന് പാർട്ടി കണ്ടെത്തി അംഗീകരിച്ച് നടപടിയെടുത്തിട്ടും ഈ ആൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ വ്യക്തിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ രീതിയിൽ നല്ല വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ, സത്യസന്ധനാണ്, വലിയ മൂല്യബോധമുള്ളവരാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് തുടങ്ങിയിട്ടുള്ള ഒരു ഉട്ടോപ്യൻ ശൈലിയിൽ കുറെ കണ്ണു അടച്ചിട്ടാക്കിക്കൊണ്ട് കുറെ പ്രയോഗങ്ങളോടുകൂടി എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും എന്നെ വലിയ രീതിയിൽ മോശക്കാരിയാക്കിക്കൊണ്ടും സ്വഭാവഹത്യ ചെയ്തുകൊണ്ടും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ യാതൊരു മാന്യതയും കീപ്പ് ചെയ്യാതുള്ള രീതിയിലുള്ള സംസാര ശൈലി തുടർന്നുകൊണ്ടുമൊക്കെയാണ് ഇയാൾ അന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ അന്നേ തുടങ്ങിയതാണ്. ഞാൻ നിരവധി പരാതികൾ കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു, നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസൂത്രിതമായി ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വ്യക്തിയെ, നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് ഈ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് സംശയിക്കുന്നുണ്ടോ? എനിക്ക് സംശയങ്ങളുള്ളത് അയാൾക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടും എന്നോട് അയാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം CPIയുടെ ഭാഗമായിട്ടിരുന്നപ്പോൾ അയാൾ പാർട്ടിക്ക് ഈ മുൻപ് പറഞ്ഞ അതേ സാഹചര്യത്തിൽ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ഞാൻ ചില രാഹുൽ മങ്കൂട്ടത്തിൽ കേസിൽ ചില വെളിപ്പെടുത്തലുകൾ അവസാനം നടത്തിയപ്പോൾ
ഞാൻ വെളിപ്പെടുത്തിയ വ്യക്തി ആരാണ് എന്ന് അയാൾ പറഞ്ഞുകൊണ്ട് അയാൾക്ക് അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവർ ഒരു വലിയ മഹത്തരമായ ഒരു സ്ത്രീയാണ്, മഹിമയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു വെക്കുകയും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ ഞാൻ വലിയ മോശക്കാരിയാണ്, സ്വഭാവ ദൂഷ്യമുള്ള ആളാണ്, ഏതൊക്കെയോ എനിക്ക് പറഞ്ഞോണം ഏതൊക്കെയോ പേരുകൾ തന്നെ വെച്ചുകൊണ്ട് എനിക്കെതിരെ മോശമായ വീഡിയോ ചെയ്യുക, എന്റെ ശബ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് സംപ്രേഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യുക, ഇത്തരത്തിൽ നിരന്തരമായിട്ട് അതൊക്കെയും ഞാൻ കേസ് കൊടുത്തും പരാതി കൊടുത്തും നിയമപരമായി മുന്നോട്ട് പോകാമെന്ന് നിശബ്ദമായി തീരുമാനിച്ചു. പക്ഷെ എന്റെ കുടുംബാംഗങ്ങളെയൊക്കെ അയാൾക്ക് സൗകര്യപൂർവ്വമുള്ള കഥ രചിച്ചുകൊണ്ട് അതൊക്കെ എന്റെ കുടുംബത്തിന്റെ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവതരിപ്പിക്കുന്നു. അതിനെതിരെ നിശബ്ദമായിട്ടിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായത്. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമല്ല, നമ്മളായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. UDF അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ കോടതിയിലേക്കാണ് പോകുന്നത്. അപ്പം നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഭരണത്തിന് ഏത് ഭരണകക്ഷ എന്ന കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു വിവേചനം ഉണ്ടാവില്ല. ശരിയായ നടപടി, എന്റെ പരാതി സത്യസന്ധമായ പരാതിയാണ് എങ്കിൽ സത്യസന്ധമായി അത് അഡ്രസ് ചെയ്യപ്പെടും UDF ഭരണ ഗവൺമെന്റ് വരുമ്പോ എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. സത്യസന്ധമായ പരാതിയാണ് എങ്കിലും ബോധപൂർവം ഒഴിവാക്കുന്ന ഒരു ശൈലിയാണ്. അത് ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ നിമിഷം CPIയുടെ എന്താ പറയാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്, എന്നെ അയോഗ്യയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങി കുറച്ച് പുരോഗമന ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്റെ ചില വോട്ടർ പട്ടികയിൽ നിന്നും മറ്റും എന്റെ ID ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ 2 മാസക്കാലം കൊണ്ട് ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുമ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് വളരെ റവന്യൂ വകുപ്പും വളരെ ദ്രുതഗതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ ID കാർഡുകൾ ഇല്ലാതാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിക്കാനുള്ള കേസിന് ബലം പകരുവാൻ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ നിലവാരമില്ലാത്ത രാഷ്ട്രീയ ശൈലിയും CPI പിന്തുടരുന്നു എന്നും ആദർശം എന്ന് പറയുന്നവർക്ക് വിദൂരതയിൽ എഴുതി കാണിക്കുന്ന ആകാശത്തിൽ എപ്പോഴെങ്കിലും മേഘങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അക്ഷരങ്ങളോ ഒരു രൂപങ്ങളോ ഒക്കെ തോന്നുന്ന പോലെ ചേർന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു വാക്ക് മാത്രമാണ് ഇന്നവർക്ക് ആദർശം. ഒരു ചെറിയ കാറ്റിൽ പോലും ശിഥിലമായി പോകുന്ന ഒന്ന്. അപ്പൊ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയുള്ള അറ്റാക്കുകളും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും സത്യവും ശരിയും എന്റെ ഭാഗത്താണ് എങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തന്നെ ആയിരിക്കും ആത്യന്തികമായ വിജയം എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങളുടെ ചാനലിലൂടെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായി താങ്കൾ പരാതിപ്പെട്ടിരിക്കുന്ന ആളുകളിൽ ഒരാൾ തന്നെ മറ്റേയാളുടെ അസാന്നിധ്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് വീഡിയോകൾ പങ്കുവെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അവിടെ അവർ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇരകൾക്ക് നീതി കിട്ടാത്തതിൽ നിരാശനായ ഈ വ്യക്തി നിശബ്ദത കൊണ്ട് നിശബ്ദമായ ഒരു സമരം ചെയ്യുന്നു, എന്തോ തപസ്സിരിക്കുന്നു എന്ന മട്ടിലൊരു ആഖ്യാനം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലായിരിക്കും എന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അയാളെക്കുറിച്ച് എനിക്കറിയില്ല. മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കേസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എന്തെങ്കിലും ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരിക്കും അയാൾ മാറി നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അയാൾ എവിടെ പോയി ഒളിച്ചാലും എത്രത്തോളം മാറി നിന്നാലും ആ ഒരാളല്ല, ഈ പറഞ്ഞ ന്യായീകരിക്കാൻ വന്ന രണ്ടാമത്തെ ആളെ കൂടി ചേർത്ത് പറയുകയാണ്, നിങ്ങൾ എനിക്കെതിരെ ആ രണ്ടുപേരും എനിക്കെതിരെ തെറ്റായ പരാമർശങ്ങൾ വളരെ മോശമായ ഭാഷയിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ട സ്ത്രീ ഏതെങ്കിലും ആ സമയത്ത് ഒരു പുരുഷനെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുകയോ രാത്രി 12 മണി സമയത്തൊക്കെ അയാളോട് മോശമായി സംസാരിക്കണമെന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരായ സ്ത്രീകളെ കുറിച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറാകണം. അതല്ലാതെ സമൂഹത്തിൽ മാന്യമായും അന്തസ്സായും ജീവിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ എത്ര നിങ്ങളുടെ ദുഷിച്ച കൊണ്ട് മോശമാക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും വിലപ്പോവില്ല. അതൊരിക്കലും സത്യമായി എന്നെ അറിയാവുന്നവരോ എന്നെ കുറിച്ച് ബോധ്യമുള്ളവരോ പൊതുസമൂഹമോ അത് അംഗീകരിക്കുമെന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയുമില്ല. അതുകൊണ്ട് എവിടെയൊക്കെ വിളിച്ചാലും കേസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അയാൾക്ക് പുറത്തു വന്നേ മതിയാവും. അയാൾ ഒറ്റയ്ക്കല്ല, ഈ 2 പേർക്കും പുറത്തു വന്നേ മതിയാവുകയുള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഒരു ക്ഷമാപണം നടത്തിയാൽ, തെറ്റുപറ്റിയെന്ന് അഡ്മിറ്റ് ചെയ്താൽ കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറാകാൻ സാധ്യതയുണ്ടോ? അത് ആ ഘട്ടത്തിൽ മാത്രമേ ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കേസുകളുമായി മുൻപോട്ട് പോകുമെന്നുള്ള നിലപാടിലാണ്. ഉറപ്പായിട്ടും. തീർച്ചയായും ഇത്രയും സമയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയതിന് നന്ദി പറയുന്നു. താങ്ക് യു. ഈ വിഷയത്തിലെ ശ്രീനാദേവിയുടെ പ്രതികരണം വളരെ കൃത്യമാണ്. തനിക്കെതിരെ രാജൻ ജോസഫിനെ മുന്നിൽ നിർത്തി വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിൽ പരാതി നൽകുമ്പോൾ ഇടതുപക്ഷത്ത് ഉള്ളവർക്ക് ഒരു നീതിയും അവർക്കെതിരായി നിൽക്കുന്നവർക്കും മറ്റൊരു നീതിയുമാണെന്ന ആക്ഷേപവും ശ്രീനാദേവി ഉയർത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇവർ ഈ അപകീർത്തികരമായ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ കേസിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ഒരുക്കമല്ല എന്നാണ് ശ്രീനാദേവി വ്യക്തമാക്കുന്നത്. പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചൂടെ എന്നൊരു ടോണിൽ തന്നോട് സംസാരിക്കുമ്പോഴും താൻ അതിന് തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് അവർ പങ്കുവെക്കുന്നത്. രാജൻ ജോസഫ് മാപ്പ് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കാം, അതുവരെയും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും തനിക്ക് നീതി ഉറപ്പാക്കുമെന്നുമാണ് ശ്രീനാദേവി പറഞ്ഞു വെക്കുന്നത്. ശ്രീനാദേവിയുടെ ആർജവത്തിന് ഒരു സല്യൂട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.